സംസാരിക്കുന്ന കാരണം അമ്മ പറയണത് കേൾക്കാൻ പറ്റിയില്ല. അമ്മ വിളിച്ചു, പക്ഷെ കേൾക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് താഴെ വന്നു. ചേച്ചീനെ വിളിച്ച് ചേച്ചി എന്നെ മൊബൈൽ ഫോണിൽ വിളിച്ച് പെട്ടെന്ന് താഴേക്ക് വരാനായിട്ട് പറഞ്ഞ് അങ്ങനെ താഴെ വന്ന് ഞാൻ അമ്മയുടെ മുറിയിൽ പോയി. അമ്മ മുറിയിൽ കിടക്കാണ്. അമ്മയ്ക്ക് അത്ര വയ്യ. അമ്മ ഒരുപാട് ഗുളിക കഴിക്കുന്ന ഒരാളാണ്. വയ്യ അമ്മയ്ക്ക്, ഇത്രയും ക്ഷീണം. ഗുളിക മാറി കഴിച്ചു, ഗുളിക മാറി കഴിച്ച് കേസ് അതാണ് ഉണ്ടായത്. എല്ലാ ദിവസം ഈ ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ ആദ്യം തൊട്ട് ഞാൻ തന്നെ ഗുളിക എടുത്ത് കൊടുക്കാറ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മ തന്നെ എടുക്കാനായിട്ട് തുടങ്ങി. അതാണ് കുഴപ്പം പിടിച്ച്. അമ്മയ്ക്ക് ഇങ്ങനെ ബേസിക്കലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ വേണം എടുത്തു കൊടുക്കാൻ. ഓക്കെ, പൂച്ചകളെ ഇടയ്ക്കിടയ്ക്ക് വീടിൻ്റെ അകത്ത് വരുന്നത് കൊണ്ട് അവരുടെ കാര്യം ഇത്തിരി ഡിസ്റ്റർബൻസാണ്. കാരണം ഇരട്ടി പണി കാണിച്ചു തരും. നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നല്ല മൊത്തത്തിൽ പണിയാണ്, ടയേർഡാവും നമ്മളൊക്കെ. നമ്മൾ സന്തോഷിച്ച് ഇരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനൊരു ദുഃഖ വാർത്ത. നമ്മളെന്താവും, വിഷമിച്ചിരിക്കും. മോളിൽ നിന്ന് അതാണ്ടായേ. അമ്മ വീണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചില്ല. ഞാൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച്. അമ്മ അവിടെ ആദ്യം ഞാൻ അകത്തേക്ക് വന്നപ്പോൾ, മോളിൽ നിന്ന് അകത്തേക്ക് വന്നപ്പോൾ അമ്മ അവിടെ കാണുന്നില്ല. റൂമിൽ ഇങ്ങനെ വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോയപ്പോൾ അമ്മ ഇങ്ങനെ നല്ല രീതിയിൽ ടയർഡായിട്ട് കിടക്കുക വയ്യുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കരഞ്ഞു. ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ മുകളിലായിരുന്നു. അപ്പോൾ ഇവിടെ TV ഇങ്ങനെ വയ്ക്കുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് കോപ്പിറൈറ്റ് കിട്ടും, സ്ട്രൈക്കൊക്കെ. അപ്പം നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ പോവും. അപ്പോൾ യൂട്യൂബിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ